മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 14/3/1985 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. മൂലമാണ് നക്ഷത്രം. മൂലം 1-ാം പാദം. ധനു ലഗ്നം. ലഗ്നത്തിൽ ചന്ദ്രൻ, 2-ൽ ഗുരു ഗുളികൻ, അതായത് വ്യാഴം ഗുളികൻ, 3-ൽ സൂര്യൻ, 4-ൽ ബുധൻ ശുക്രൻ, 5-ൽ കുജൻ രാഹു. 6, 7, 8, 9 ഭാവങ്ങൾ. ശൂന്യം. 11-ൽ കേതു, 12-ൽ ശനി. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഇവിടെ നോക്കിയാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. എല്ലാ പ്രബല ഗ്രഹങ്ങളും തന്നെ രാഹുവിനും കേതുവിനും ഇടയിലായി നിൽക്കുന്നു. എന്ന് വച്ചാൽ രാഹു കേതുക്കൾ നിൽക്കുന്നതിന് പുറത്തേക്ക് പ്രബല ഗ്രഹങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. എ ടൈപ്പ് ഓഫ് കാളസർപ്പയോഗം. കാളസർപ്പയോഗം ഒരുപാട് പേരുടെ ഒരു പേടി സ്വപ്നം തന്നെയാണ്, ഒരു നൈറ്റ് മെയർ തന്നെയാണ്. ബട്ട് അതിനെ പറയേണ്ടുന്നത് പ്രധാനമായിട്ടും കാളസർപ്പയോഗം ഒരുപാട് രീതിയിലുണ്ട്. അർദ്ധകാളസർപ്പയോഗം, അനന്തകാളസർപ്പയോഗം എന്നൊക്കെ പേരിൽ ഒരുപാട് രീതിയിലുണ്ട്. പക്ഷേ തത്വത്തിൽ ഇതെല്ലാം തന്നെ ബാധിക്കുന്നത് ഡിലേ, താമസം, വൈകുക, ഇന്ന് കിട്ടേണ്ടുന്ന ഒരു ഭാഗ്യ അനുഭവം അല്ലെങ്കിൽ അവസരം, അതുകൊണ്ടുള്ള ഒരു മെച്ചം, ഗുണം, ഇതിനെ അകാരണമായി നീട്ടിക്കൊണ്ടു പോവുക, അതുവഴി നമ്മൾക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇത്തരം അനുഭവങ്ങളാണ് പൊതുവേ കാളസർപ്പയോഗത്തിൻ്റെ 1-ാമത്തെ ഫലം എന്ന് പറയുന്നത് തന്നെ. അത് ഒരു രീതി. 2-ാമത്തെ രീതി, ഗ്രഹങ്ങൾ കൃത്യമായിട്ടുള്ള നല്ല പൊസിഷനിൽ നല്ല യോഗബലത്തോടു കൂടിയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഈ കാളസർപ്പയോഗത്തെ വകഞ്ഞു മാറ്റി കിട്ടേണ്ടുന്ന നന്മ, ഗുണം, മെച്ചം എല്ലാം തന്നെ ആ വ്യക്തിയിലേക്ക് ഒരല്പം വൈകി, അവിടെയും വൈകി മാത്രം ആ വ്യക്തിയിലേക്ക് എത്തപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെ ഉള്ള ആളുകൾ എന്നെ വിളിക്കാറുണ്ട്. കാളസർപ്പയോഗം ഉണ്ടായിട്ടും നല്ല ഔന്നത്യത്തിൽ കഴിയുന്ന ചില ആളുകൾ, എല്ലാവർക്കുമല്ല, ചിലർ. ഇവിടെ ലഗ്നത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു, അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് എടുക്കുന്ന തീരുമാനങ്ങൾ, അതല്ലെങ്കിൽ മനസ്സിന് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ഒരു ടെൻഷൻ, നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ ക്രിട്ടിക്കലായിട്ടുള്ള സാഹചര്യങ്ങളെ ഡീൽ ചെയ്യുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ, അങ്ങനെ വേണോ ഇങ്ങനെ വേണോ, അതല്ല എങ്കിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് കൃത്യമായി നിർവചിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഇദ്ദേഹത്തിൻ്റെ മനസ്സിനുണ്ടാകാം. അതുപോലെ തന്നെ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം സാക്ഷാൽ വ്യാഴം 2-ൽ ധനസ്ഥാനത്ത് ഗുളികനോടൊത്ത് നിൽക്കുന്നു. നല്ലതല്ല. നീചത്തിലാണെങ്കിൽ പോലും വ്യാഴം ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്ന ഒരു ഗ്രഹമാണ്. അത് നീചഭംഗം ചെയ്താണ് നിൽക്കുന്നതെങ്കിൽ പ്രത്യേകിച്ചും. പക്ഷേ ഇവിടെ ഗുളികൻ എന്ന് പറയുന്ന അവസ്ഥ വ്യാഴത്തോടൊത്ത് നിൽക്കുന്നത് നല്ലതല്ല. ഭാഗ്യവശാൽ ഇദ്ദേഹത്തിന് വ്യാഴദശയൊന്നും ഉണ്ടായിട്ടുമില്ല. അതുപോലെ ധനസ്ഥാനത്താണ് ഗുളികൻ നിൽക്കുന്നത്. ഏതെങ്കിലുമൊക്കെ രീതിയിൽ ധനസംബന്ധമായിട്ടുള്ള ബ്ലോക്സ് തുടക്കകാലത്തോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സമയത്തോ ഒക്കെ ആയിട്ട് ഇദ്ദേഹത്തിന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ധനം ആർക്കെങ്കിലുമൊക്കെ കടം കൊടുത്താൽ തിരിച്ചു കിട്ടാത്ത അവസ്ഥയും ഇത്തരം വ്യക്തികൾക്ക് ഒരുപാടായി കണ്ടുവരുന്നുണ്ട്. ചിലപ്പോൾ ഒരു 500 രൂപയായിരിക്കാം, അത് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടാത്ത അവസ്ഥ, അഥവാ തിരിച്ചു കിട്ടിയാൽ ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ഉപകരിക്കാത്ത അവസ്ഥ, അതല്ലെങ്കിൽ അല്പം മുഷിച്ചിലുണ്ടായ ശേഷം തിരിച്ചു കിട്ടുന്ന അവസ്ഥ. ഇതെല്ലാം ഇത്തരക്കാർക്ക് കണ്ടുവരുന്നുണ്ട്. എല്ലാവർക്കും എന്നൊന്നും അതിനർത്ഥമില്ല. പക്ഷേ ഒരുപാട് ആളുകൾക്ക് ആ രീതിയിൽ ഇത്തരം ഗ്രഹനിലാവസ്ഥകൾ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 4-ൽ ഉച്ചസ്ഥനായി വർഗോത്തമം ചെയ്ത് ശുക്രൻ നിൽക്കുന്നു. അവിടെ 7-ാം ഭാവാധിപത്യവും 10-ാം ഭാവാധിപത്യവും വഹിച്ച് നീചസ്ഥനായി നീചഭംഗം ചെയ്ത് ബുധൻ നിൽക്കുന്നു. ഇതിൽ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്. കാരണം 4-ൽ ശുക്രൻ നിൽക്കുന്നു, മാളവ്യ യോഗമാണ്. വർഗോത്തമം ചെയ്ത് ഉച്ചസ്ഥനായ ശുക്രൻ ലഗ്നാൽ 4-ൽ നിന്ന് കഴിഞ്ഞാൽ അത് മാളവ്യ യോഗം എന്ന് പറയുന്ന മഹായോഗം തന്നെയാണ്, തർക്കമില്ല. അവിടെ 7-ാം ഭാവാധിപൻ നീചസ്ഥനായി നിൽക്കുന്നു ബുധൻ. 10-ാം ഭാവാധിപത്യവും പ്രസ്തുത ബുധന് അവിടെ കൈവരുന്നുണ്ട്. അവിടേക്ക് രാഹുവിൻ്റെ 12-ാം ദൃഷ്ടിയുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു പക്ഷേ വിദേശ രാജ്യത്ത് സ്ഥിരതാമസമാക്കുകയോ വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നതോ ഒക്കെ ആയിട്ടുള്ള ഒരാളാവാം. എന്നാൽ അതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. കാരണം 7-ാം ഭാവാധിപൻ നീചനാണ്. എപ്പോഴെങ്കിലുമൊക്കെ ഇതിൻ്റെ നീചത്വം, നീചമായ സ്വഭാവം, അല്പം തർക്കങ്ങൾ, വഴക്കുകളോ അല്ലെങ്കിൽ അസ്വസ്ഥതകളോ അല്പം ബുദ്ധിമുട്ടുകളോ ഒക്കെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ കാണിക്കാം.
രാഹുവിൻ്റെ ദൃഷ്ടി അവിടേക്കുള്ളത് കൊണ്ട് ഏതെങ്കിലുമൊക്കെ സമയത്ത് മാനസികമായിട്ടൊക്കെ ഒരല്പം അകൽച്ചയോ ചേർച്ചയില്ലായ്മയോ ഒക്കെ രണ്ടു പേർക്കും ഇടയിലുണ്ടാവാം. പക്ഷേ ശുക്രൻ അവിടെ അതിബലവാനായി നിൽക്കുന്നത് കൊണ്ട്, ഇപ്പോൾ രാഹുവിൻ്റെ ദൃഷ്ടി ഉണ്ട് എന്നിരുന്നാൽ പോലും ശുക്രൻ അവിടെ വർഗോത്തമം ചെയ്ത് നിൽക്കുമ്പോൾ വളരെ നല്ല ഫലം തന്നെ കൊടുക്കും. കാര്യം അത് മാളവ്യ യോഗം എന്ന് പറയുന്ന മഹായോഗം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ 5ാം ഭാവം കുജൻ. 5ൽ കുജൻ നിൽക്കുന്നു, അവിടെ രാഹു നിൽക്കുന്നു. നേരത്തെ പറഞ്ഞു ഇദ്ദേഹത്തിന് ഏതെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻസ്, ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇദ്ദേഹത്തിന് ഒരു റിജിഡ് മൈൻഡ് സെറ്റ്, ഉറച്ച മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ ധൈര്യം, അസാമാന്യമായ ധൈര്യം, കൂടെയുള്ള ആളുകൾ, ഒപ്പമുള്ളവർ അല്ലെങ്കിൽ പല ആളുകൾക്കും ചെയ്യാൻ ഭയമുള്ള, മടിയുള്ള, തർക്കമുള്ള കാര്യങ്ങളെ നിസ്സംശയം നിർദാക്ഷിണ്യം ചെയ്യാനുള്ള ഒരു ശേഷി, മാനസിക നില, ധൈര്യം, ചങ്കൂറ്റം ഇദ്ദേഹത്തിന് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. അതിൽ തന്നെ ഈ 5ൽ കുജൻ രാഹു അതൊരു അപകടം പിടിച്ച കോമ്പിനേഷനുമാണ്. ചിന്തകളെ കറക്റ്റ് ചെയ്ത് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആവശ്യമുള്ള കാര്യങ്ങൾക്കാണ് വാശി കാണിക്കുന്നത് എങ്കിൽ, ധൈര്യം കാണിക്കുന്നത് എങ്കിൽ അത് നല്ലതും, അതല്ല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ധൈര്യം അല്ലെങ്കിൽ ചങ്കൂറ്റം പോലെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നതെങ്കിൽ അതിൽ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളും ഇദ്ദേഹത്തിന് വന്നു ചേരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. കാരണം അത് നിമിത്തം മനസ്സ് ഏതെങ്കിലും രീതിയിൽ കലുഷിതമാകാനുള്ള ഒരു യോഗവും ചന്ദ്രനിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഗുളികൻ നിൽക്കുന്നിടത്തേക്ക് ശനിയുടെ 12ൽ നിൽക്കുന്ന ശനിയുടെ 3ാം ദൃഷ്ടി കടന്നു വരുന്നുണ്ട്. അതും നല്ലതല്ല. ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വീണ്ടും അത് അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ആവർത്തിക്കുന്നത്. മനസ്സിൻ്റെ മാതാവിൻ്റെ കാരകനാണ് ചന്ദ്രൻ. ചന്ദ്രനോടൊത്ത് അല്ലെങ്കിൽ ചന്ദ്രനിലേക്ക് ശനി, അതല്ല എങ്കിൽ ഗുളികൻ, അതല്ല എങ്കിൽ രാഹു, കേതു ഇത്യാദി ഗ്രഹങ്ങൾ, അല്ലെങ്കിൽ നീചനായിട്ടുള്ള ചന്ദ്രൻ മോശമായിട്ടുള്ള അവസ്ഥയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ, ചന്ദ്രൻ വൃശ്ചികത്തിൽ നീചനാണ്. അപ്പോൾ അത്തരം അവസ്ഥയിലൊക്കെ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ അത്തരം ആളുകൾക്ക് പൊതുവേ ഒരു മനസ്സിനെ ടൈപ്പ് ഓഫ് ഒരു ഇളക്കമുണ്ടാകും. അത് സ്വാഭാവികമാണ്. ഇളക്കം എന്ന് പറഞ്ഞാൽ മനസ്സിന്നിങ്ങനെ ഇളകിച്ചാടി നിൽക്കും. അങ്ങനെ വേണോ, ഇങ്ങനെ വേണോ, ഇതാണോ അതാണോ ശരിയെന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഒരു ആശയക്കുഴപ്പങ്ങളിൽ ചെന്ന് ചാടും, ടെൻഷൻ അടിക്കും, ഓവറായിട്ട് ചിന്തിക്കും. അതുപോലെ തന്നെ ഓവർ തിങ്കിങ് അല്ലെങ്കിൽ നെഗറ്റീവ് തിങ്കിങ് ഒക്കെ ഇത്തരം ആളുകൾക്ക് സർവ്വസാധാരണമായി കണ്ടുവരുന്നുണ്ട്. ലഗ്നാൽ 5ലൊക്കെ ചന്ദ്രൻ നീചനൊക്കെ ആയിട്ട് ഗുളികനോടൊത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഡീപ്പ് സ്റ്റേജ് ഡിപ്രഷൻ വരെ ഉണ്ടാകാം. ഒരുപാട് ആളുകൾ അങ്ങനെ വിളിക്കാറുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ആരോഗ്യത്തിൻ്റെയും എല്ലാം ഒരു കാരകനാണ് ചന്ദ്രൻ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ 7ാം ഭാവത്തെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ 10ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ ഉച്ചസ്ഥനായ ശുക്രനോടൊത്ത് മാളവ്യ യോഗം കൊടുത്ത് വർഗോത്തമം ചെയ്ത് നിൽക്കുന്ന ശുക്രനോടൊത്ത് ലഗ്നാൽ 4ൽ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നു. അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയും വരുന്നു. അപ്പോൾ ഇദ്ദേഹം വിദേശത്ത് സ്ഥിരമായോ അല്ലാതെയോ ജോലി ചെയ്യാനുള്ള സാധ്യതകൾ, അതിൽ തന്നെ വൈദ്യമേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള സാധ്യത, അതുകൊണ്ട് നേട്ടങ്ങൾ എല്ലാം തന്നെ ഇദ്ദേഹത്തിന് പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ ആദ്യം അല്പം സ്ട്രഗ്ലിങ്, നീചനായിട്ടുള്ള ബുധൻ 10ാം ഭാവാധിപനായതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള അല്പം മനസ്സിന് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള കാര്യങ്ങൾ, അനുഭവങ്ങൾ, വ്യക്തികൾ, സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുകയും പിന്നീട് അതിൽ നിന്ന് മാറി അതിനെല്ലാം മറികടന്ന് ഓവർകം ചെയ്ത് നേട്ടങ്ങൾ, ഗുണങ്ങൾ, മെച്ചം, പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് ജീവിതത്തിന് ഉതകുന്ന ആവശ്യമായ രീതിയിൽ കിട്ടുകയും ചെയ്യുന്ന ഒരു ജോലിയുടെ അവസ്ഥയാണ് ഇദ്ദേഹത്തിനുള്ളത്, അല്ലെങ്കിൽ ഇതിൽ കാണിക്കുന്നത്. കാരണം ബുധൻ നീചഭംഗം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ചെലവുകളെ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം 12ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജൻ രാഹുവിനോടൊത്ത് നിൽക്കുന്നു. അനാവശ്യമായിട്ടുള്ള സാഹസ പ്രവൃത്തികളോ ചെലവുകളോ ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ 12ലെ ശനി കുജൻ്റെ ക്ഷേത്രത്തിൽ ഒട്ടും നല്ലതല്ല. ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ മനസ്സ് പോലും അറിയാതിരിക്കുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ അല്ലെങ്കിൽ ചെലവുകൾ വന്നു ചാടാനുള്ള ഒരു സാധ്യത, പണമൊക്കെ കടം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സാധ്യത, ഇതെല്ലാം ഈ ഗ്രഹനിലയുടെ ഒരു പ്രധാന ലക്ഷണം തന്നെയാണ്. ഇത്
ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യവുമാണ്. പൊതുവെ ഇത്തരക്കാർക്ക് കണ്ടുവരുന്നത്, പ്രത്യേകിച്ച് ഈ രാഹുകേതുക്കളൊക്കെ ഇത്തരം അവസ്ഥയിൽ നിന്ന് കഴിഞ്ഞാൽ, ലഗ്നാധിപനൊക്കെ ഗുളികനോടൊത്ത് നിന്ന് കഴിഞ്ഞാൽ, ഇവിടേക്ക് ശനിയുടെ ദൃഷ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറുപ്പകാലത്തേക്ക് അല്പസ്വല്പം നല്ല രീതിയിൽ അലഞ്ഞും കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും ഒക്കെ ജോലി സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തി സംബന്ധമായിട്ടുള്ള ഉയർച്ച അതെല്ലാം പെടും. വിവാഹം, ജോലി, ഭാഗ്യാനുഭവങ്ങൾ, സന്താനങ്ങൾ, ഇതെല്ലാം തന്നെ ഇതിൽ പെടുന്നതാണ്. അപ്പോൾ അതിനെല്ലാം ഒരു താമസം ഉണ്ടാകാനുള്ള സാധ്യത. അതുപോലെ തന്നെ അതിനുശേഷം പ്രത്യേകിച്ച് 4-ലൊക്കെ ശുക്രനൊക്കെ മാളവ്യ യോഗം കൊടുത്തുകൊണ്ട് നിൽക്കുന്നത് പ്രത്യേകിച്ചും വർഗോത്തമം ചെയ്ത ശുക്രനാണ്. അവിടെ നീചസ്ഥനായി ബുധൻ ഇല്ലായിരുന്നുവെങ്കിൽ ശുക്രൻ ഒന്നും കൂടെ തൻ്റെ തനി സ്വഭാവം കാണിച്ചേനെ, വളരെ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ തന്നെ കൊടുത്തേനെ. ഇവിടെ നീചത്വം കൊടുക്കുന്ന ഗ്രഹം കൂടെ അവിടെ ഉള്ളത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരല്പം നെഗറ്റീവിന് ശേഷമായിരിക്കും ശുക്രനെ കൊണ്ടുള്ള ആ പൊസിഷൻ 4 എന്ന് പറയുന്ന അവസ്ഥയെ കൊണ്ടുള്ള ഗുണങ്ങൾ ഈ വ്യക്തിക്ക് പൊതുവെ ഉണ്ടാവുക. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ശനിയുടെ ദൃഷ്ടി 3, 7, 10 ഈ 3 ഭാവങ്ങളിലേക്കാണ് ശനി തൻ്റെ ശക്തമായ ദൃഷ്ടി ഏതൊരു ഗ്രഹനിലയിലും കൊടുക്കാറുള്ളത്. അപ്പോൾ ശനി നിൽക്കുന്ന രാശിയിൽ നിന്നും 3-ാം ദൃഷ്ടി ഗുളികൻ നിൽക്കുന്നിടത്തേക്ക്, ധനസ്ഥാനത്തേക്ക്, നീചനായ വ്യാഴം നിൽക്കുന്നിടത്തേക്ക് 2-ലേക്ക്, അതുപോലെ തന്നെ 6-ലേക്ക്, അതുപോലെ 6-ലേക്ക് എന്ന് പറഞ്ഞാൽ ലഗ്നാൽ 6-ലേക്കും ശനി നിൽക്കുന്നിടത്തും 7-ലേക്ക്, അങ്ങനെ വേണം എടുക്കാനായിട്ട്. ശനി നിൽക്കുന്നിടത്തു നിന്നും 6-ലേക്കല്ല 7-ലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത്, വ്യക്തമായി മനസ്സിലാക്കുക. ശനിയുടെ 7-ാം ദൃഷ്ടി എന്ന് പറയുമ്പോൾ ലഗ്നാൽ അത് 6 എന്ന് പറയുന്ന പൊസിഷനാണ്. അതുപോലെ തന്നെ ശനിയുടെ 10-ാം ദൃഷ്ടി ലഗ്നാൽ 9-ാം ഭാവത്തിലേക്ക്. 9-ാം ഭാവത്തിലേക്ക് എന്ന് പറയുമ്പോൾ അവിടെ നവാംശത്തിൽ ശനിയുണ്ട്, ഭാഗ്യസ്ഥാനമാണ്, പിതാവിൻ്റെ സ്ഥാനമാണ്. അതുപോലെ തന്നെ ശനിയുടെ ദൃഷ്ടി ശനി നിൽക്കുന്നയിടത്തു നിന്നും 10-ലേക്ക് വരുമ്പോൾ അത് ശത്രുക്ഷേത്രമാണ്, സൂര്യൻ്റെ ക്ഷേത്രം. സൂര്യൻ നിൽക്കുന്നതും ശനിയുടെ ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഭാഗ്യ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ പിതാവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആശയക്കുഴപ്പങ്ങൾ, അല്പം ഭിന്നതകൾ, തർക്കങ്ങളോ അസ്വസ്ഥതകളോ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വിദേശ ജോലി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള ഒരു യോഗം തന്നെ ഇതിലുണ്ട് എന്ന് പറഞ്ഞു. അതിൽ പ്രബലമായി ചിന്തിക്കേണ്ടുന്ന അവസ്ഥ തന്നെയാണ് 10-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ഉച്ചസ്ഥനായി നിൽക്കുന്ന ശുക്രനോടൊത്ത്, വർഗോത്തമം ചെയ്ത് നിൽക്കുന്ന ശുക്രനോടൊത്ത്, മാളവ്യ യോഗം കൊടുക്കുന്ന ശുക്രനോടൊത്ത് നിൽക്കുന്നത്. അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി വരുന്നു. അതുപോലെ തന്നെയാണ് രാഹു നിൽക്കുന്ന രാശിയിൽ നിന്നും 6, 7, 9, 12 ഈ 4 രാശികളിലേക്കാണ് ദൃഷ്ടി ചെയ്യാറ്. അങ്ങനെ എടുക്കുമ്പോൾ രാഹുവിൻ്റെ 6-ാം ദൃഷ്ടി എന്ന് പറയുന്നത് ലഗ്നാൽ 10 അതുകൊണ്ട് നെഗറ്റീവുമുണ്ട്, പോസിറ്റീവുമുണ്ട്. നെഗറ്റീവ് സ്ട്രഗ്ലിംഗ്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള തുടക്കകാലത്തോ അല്ലാതെയൊക്കെ ആയിട്ട് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, അല്പം ഇറുകിയ അവസ്ഥയൊക്കെ ജോലി സംബന്ധമായിട്ടൊക്കെ കൊടുക്കാമുണ്ടാവാം. പോസിറ്റീവ് എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ പ്രവർത്തിക്കാനുള്ള അവസരങ്ങളും രാഹു ചിന്തിക്കാം. അതുപോലെ തന്നെയാണ് ലഗ്നത്തിലേക്ക് ചന്ദ്രൻ നിൽക്കുന്നിടത്തേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അതിനൽപ്പം കനപ്പെട്ട് അല്ലെങ്കിൽ കാര്യമായി തന്നെ കാണണം. ഏതെങ്കിലുമൊക്കെ രീതിയിൽ മനസ്സ് പെട്ടെന്ന് വളരെ ധൈര്യത്തോടെ, 5-ാം ഭാവവുമായി ബന്ധപ്പെട്ട് വളരെ ധൈര്യത്തോടെ നിൽക്കുന്ന അവസരങ്ങളിൽ പെട്ടെന്ന് മനസ്സിനെ ഡൗൺ ആക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുകയോ അറിയുകയോ കാണുകയോ ഒക്കെ ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുക. അതനുസരിച്ച് മനസ്സ് ഡൗൺ എന്ന് പറയുന്ന അവസ്ഥ, അല്പം മനസ്സിനെ തളർത്തുന്ന രീതിയിലുള്ള അനുഭവങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇവിടെയുണ്ട്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഗ്രഹനില തന്നെയാണിത്. പക്ഷേ ജോലി സംബന്ധമായിട്ടൊക്കെ വളരെ ഗുണാനുഭവങ്ങളും ഇദ്ദേഹത്തിന് പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ മൂലമാണ് നക്ഷത്രം, കേതുദശയിൽ ജനിച്ചു, 91 വരെ ജന്മശിഷ്ടമായിട്ട് കേതുദശ, അതിനുശേഷം ശുക്രദശ 2011 വരെ 20 കൊല്ലക്കാലം, അതിനുശേഷം സൂര്യൻ 2017 വരെ, അതിനുശേഷം ചന്ദ്രൻ 10 കൊല്ലം 2027 വരെ, ശേഷം ചൊവ്വ 7 കൊല്ലം 2034 വരെ, ശേഷം രാഹു 2052 വരെ 18 കൊല്ലം, ശേഷം ഗുരു, ശനി എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ഇപ്പോഴത്തെ നടപ്പ് ദശ എന്ന് പറയുന്നത് ചന്ദ്രനിൽ ശുക്രൻ. എങ്ങനെയുള്ള ചന്ദ്രൻ? ലഗ്നത്തിൽ രാഹുവിൻ്റെയും ഗുളികൻ്റെയും ദൃഷ്ടിയിൽ
രാഹുവിൻ്റെ 9ാം ദൃഷ്ടിയിലും ഗുളികൻ്റെ 12ാം ദൃഷ്ടിയിലും നിൽക്കുന്ന ചന്ദ്രൻ ഉച്ചസ്ഥനായി മാളവ്യയോഗം കൊടുത്തുകൊണ്ട് രാഹുവിൻ്റെ ദൃഷ്ടി ഉണ്ടെങ്കിൽ പോലും നിൽക്കുന്ന ശുക്രൻ. ഗുണങ്ങളേറെ ഉണ്ടാകും. എന്നിരുന്നാൽ തന്നെയും എന്തെങ്കിലുമൊക്കെ മനസ്സിനെ ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ അല്പം ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ, വാക്കുകൾ, മറ്റുള്ള ആളുകളുടെ ചില പ്രവർത്തനങ്ങൾ ഒക്കെ വഴി ഏതെങ്കിലുമൊക്കെ രീതിയിൽ മനസ്സിൽ നിന്ന് കലുഷിതമാകാൻ പറ്റിയ സമയത്തിലൂടെയാണ്, ദശയിലൂടെയാണ് അദ്ദേഹം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ചന്ദ്രൻ കഴിഞ്ഞിട്ട് വരുന്ന കുജദശ. 5ലെ കുജനാണ്, രാഹുവിനോടൊത്താണ് നിൽക്കുന്നത്. ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നല്ലവണ്ണം തന്നെ ശ്രദ്ധിക്കണം. ഇത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. കുജനോടൊത്തൊക്കെ രാഹു നിൽക്കുന്നതിന് ഒരല്പം വളരെ ശ്രദ്ധയോടെ തന്നെ കാണണം. രണ്ടും കട്ടി സ്വഭാവമുള്ള ഗ്രഹവും ഛായാഗ്രഹവുമാണ്. അതുപോലെ തന്നെ രാഹു ദശയാണ്. ഈ കുജ ദശയ്ക്ക് ശേഷം 2034 ശേഷം രാഹു ദശയാണ്. 5ലെ രാഹുവാണ്. വ്യാഴത്തിൻ്റെ ദൃഷ്ടിയൊന്നുമില്ല. അതിനെയും വളരെ ശ്രദ്ധിച്ചു തന്നെ കൈകാര്യം ചെയ്യണം എന്ന് സാരം. എന്ന് വെച്ചാൽ ഇത്രയും കാലം കടന്നു വന്ന ഒരു സുഖ ജീവിതമായിരിക്കില്ല ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള അല്പം ടഫ്നെസ് ഉള്ള, അല്പം ബുദ്ധിമുട്ടുകളുള്ള, അല്പം മാനസികമായി ടെൻഷൻ കൂടുതലുള്ള ഒരു സമയത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നതിന് മുന്നോടിയായിട്ടുള്ളൊരു സമയത്തിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതും വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ചന്ദ്രനിൽ ശുക്രൻ്റെ അപഹാരം എന്ന് പറയുന്നത് 21/5/2025 തൊട്ട് 19/1/2027 വരെയാണ്. കൃത്യമായി തന്നെ പരിഹാരങ്ങൾ നേരത്തെ കൂട്ടി തന്നെ എടുത്തു പോയി കഴിഞ്ഞാൽ വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ ഈ മോശ സമയത്തെ അതിജീവിക്കാൻ സാധിക്കും. ഒരുപാട് ഗുണങ്ങളും അല്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ഗ്രഹസ്ഥിതി തന്നെയാണത്. പ്രത്യേകിച്ച് ഇന്ന് കിട്ടേണ്ടുന്ന ഒരു ഭാഗ്യ അനുഭവത്തെ 4 ദിവസം കഴിഞ്ഞ് കിട്ടുന്ന ഒരവസ്ഥ ഈ ഗ്രഹനിലയുടെ ഒരു സ്വഭാവം തന്നെയാണ്, അല്ലെങ്കിൽ ഇത്തരം ഗ്രഹനിലകളുടെ ഒരു സ്വഭാവം തന്നെയാണ്. അപ്പോൾ നമ്മളവിടെ ക്ഷമയോടെ, പക്വതയോടെ, പാകതയോടെ അതിനു വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. പക്ഷേ നമ്മൾക്കൊരല്പം വൈകുമെന്നതിൽ തർക്കമില്ല. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.